ശ്രീജിത്ത്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഈ വിവാദങ്ങളിൽ ഒരു പ്രസംഗത്തിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ്. പി വി അൻവർ ഉയർത്തിയ മലപ്പുറം വിവാദത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം പൂർണ്ണമാണ് എന്ന ഈ ഘട്ടത്തിൽ വിലയിരുത്താമോ? സ്മൃതി, CPM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പണി കഴിപ്പിച്ച AKG ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഈ തനിക്കെതിരെ വന്നിരിക്കുന്ന പുതിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നടത്തിയത്. രണ്ട് ആരോപണങ്ങൾക്കാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ഒന്ന്, ദ ഹിന്ദു ദിനപത്രത്തിൽ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തെപ്പറ്റിയുള്ള വിശദീകരണം. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഹിന്ദു ദിനപത്രത്തോട് താൻ പറഞ്ഞ കാര്യമല്ല ആ അഭിമുഖത്തിൽ വന്നിരിക്കുന്നത്. അക്കാര്യം അവരോട് തൻ്റെ ഓഫീസ് ചൂണ്ടിക്കാണിച്ചു. അവർ വീഴ്ച പറ്റിയെന്ന കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ താൻ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം മനസ്സിലാക്കാതെ പോയ ബാക്കി കാര്യങ്ങളിലാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത് എന്നതാണ് വസ്തുത. ആ യാഥാർത്ഥ്യത്തിലേക്ക് പോകാൻ, ആ വസ്തുതയിലേക്ക് പോകാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ടോ തയ്യാറായില്ല ഈ വിശദീകരണത്തിൽ. അതായത് PR ഏജൻസി ചുമതലപ്പെടുത്തിയതനുസരിച്ചാണ് ഈ ബന്ധപ്പെട്ട ഭാഗം അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ദ ഹിന്ദുവിൻ്റെ വിശദീകരണം. അങ്ങനെ ഒരു മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിതിവിവര കണക്ക് ഈ അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ ആരാണ് PR ഏജൻസി ചുമതലപ്പെടുത്തിയത്? ഈ കണ്ടന്റ് ആരാണ് തയ്യാറാക്കി PR ഏജൻസിക്ക് നൽകിയത്? ആരുടെ അനുമതിയോടെയാണ് നൽകിയത്? തുടങ്ങിയ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം ഇപ്പോഴും ഒഴിഞ്ഞു പോകുന്നില്ല. ആ ഏരിയ ഡാർക്കായി ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടത്തിയത്. മറ്റൊന്ന്, മലപ്പുറം ജില്ലയെ ആകെ തെറ്റായി വ്യാഖ്യാനിക്കാനും ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുവെന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ്. മലപ്പുറം ജില്ലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും മറ്റും വന്ന കണക്ക് മലപ്പുറത്തെ വിമാനത്താവളമായ കരിപ്പൂരിൽ പിടിച്ച സ്വർണ്ണത്തിൻ്റെ കണക്ക് പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അത് ഏതെങ്കിലും ജില്ലയ്ക്കെതിരാണ് എന്ന് ആരും കരുതുന്നില്ല. എന്നാൽ PV അൻവർ അടക്കമുള്ള ആളുകൾ, അതായത് PV അൻവർ നാവ് വാടകയ്ക്ക് കൊടുത്തു എന്ന പരാമർശമാണ് മുഖ്യമന്ത്രി ഇന്ന് കോഴിക്കോട് നടത്തിയത്. സ്മൃതിക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നേരത്തെ CPM-ലെ വിഭാഗീയത രൂക്ഷമായിരുന്ന കാലത്ത് ഈ നാവ് വാടകയ്ക്ക് കൊടുക്കൽ എന്ന പരാമർശം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. അന്ന് ആ നാവ് വാടകയ്ക്ക് കൊടുക്കൽ പരാമർശം RSPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പ്രൊഫസർ TJ ചന്ദ്രചൂഡിനെതിരെ ആയിരുന്നു. അങ്ങനെയുള്ള ഒരു, അതായത് CPM വിഭാഗീയതയിൽ VS-ന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു എന്നതായിരുന്നു ചന്ദ്രചൂഡിന് മേൽ ഇത്തരമൊരു അധിക്ഷേപം ചൊരിയാനുള്ള കാരണം. അതേ പരാമർശം ഇപ്പോൾ അൻവറിനെതിരെ നടത്തിയിരിക്കുന്നു. അപ്പോൾ മലപ്പുറത്തെ ജനങ്ങളിൽ വിദ്വേഷം പരത്തുന്ന തരത്തിൽ ഉള്ള ചില വ്യാഖ്യാനങ്ങൾ മറ്റും നൽകി തെറ്റായ പ്രചരണം നടത്തുകയാണ്. രക്തസാക്ഷികളുടെ പാർട്ടിയാണ് CPM. ഒരിക്കലും ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു സമീപനം എടുത്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഈ കാര്യങ്ങളിൽ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഈ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുള്ളതാണ്. അത് ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ദ ഹിന്ദുവിൻ്റെ വിശദീകരണക്കുറിപ്പിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് മലപ്പുറത്തെ സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ടും ഹവാല കടത്തുമായി ബന്ധപ്പെട്ടുമുള്ള കണക്കുകൾ മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ അൻവറിന് മറുപടി പറയാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വസ്തുതകൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അത് അഭിമുഖത്തിൽ ആവർത്തിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേപ്പറ്റി മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ച് കണ്ടില്ല. ശരി, അപ്പോൾ അതിൽ പൂർണ്ണമായ വ്യക്തത എന്ന ഈ പ്രതികരണത്തെ കാണാൻ പറ്റില്ല എന്നാണ് ശ്രീജിത്തിന്റെ വിശദീകരണം.